ഹലോ. ഇന്ന് പിള്ളേര് സ്കൂൾ വിട്ട് വന്നപ്പോഴേ അവർക്ക് പഴംപൊരി വേണമെന്ന് ഭയങ്കര നിർബന്ധം. എന്നാ പിന്നെ ഉണ്ടാക്കിയേക്കാന്ന് ഞാനും കരുതി. അപ്പോൾ ഞാൻ ഇതിനു വേണ്ടിയിട്ട് മൈദ അല്ലാട്ടോ എടുത്തിരിക്കുന്നത്, ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. മൈദ ഈസ് നോട്ട് ഹെൽത്തി എന്ന് ആരൊക്കെയോ പറയുന്നത് കേട്ടിട്ടുണ്ട്. സോ ഞാൻ എല്ലാ തവണയും ഗോതമ്പ് പൊടി തന്നെയാണ് കേട്ടോ എടുക്കാറ്. അപ്പോൾ ഗോതമ്പ് പൊടിയിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ പഴം അത്ര പഴുത്തിട്ടില്ല കേട്ടോ. പഴംപൊരിക്ക് എപ്പോഴും നല്ല പഴുത്ത പഴമല്ലേ നല്ലത്. അപ്പോൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ആ മാവിലേക്ക് നമുക്ക് പഴം കട്ട് ചെയ്ത് ചേർക്കാം. അങ്ങനെ എല്ലാ പഴവും കട്ട് ചെയ്ത് നമുക്ക് ആ മിക്സിൽ നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ നേരത്തെ തന്നെ ഞാനൊരു പാത്രം എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ എണ്ണയിലേക്ക് നമുക്ക് ഓരോ പഴംപൊരി ഇട്ട് പഴംപൊരി അല്ലല്ലോ, ഓരോ പഴം കഷ്ണങ്ങളും ഇട്ട് കൊടുക്കാം. പഴംപൊരി ആവുന്നല്ലേ ഉള്ളൂ. അങ്ങനെ ഇതെല്ലാം ഇട്ടിട്ട് നമുക്ക് മുരിയിച്ചെടുക്കാം. നിങ്ങളുടെ പിള്ളേരൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ നിങ്ങൾ എന്ത് സ്നാക്സ് ആണ് ഉണ്ടാക്കി കൊടുക്കാറ്? സാധാരണ ഈ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ എൻ്റെ ഒന്നോ രണ്ടോ പഴംപൊരിയൊക്കെ കരിഞ്ഞു പോകാറുണ്ട് കേട്ടോ. പക്ഷേ ഈ തവണ കരിയത്തില്ല. കാരണം എന്താണെന്നറിയോ? ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം ഇതിൻ്റെ അടുത്തുനിന്ന് ഞാൻ ഇങ്ങോട്ടും മാറില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ തവണ ഒറ്റ പഴംപൊരി പോലും കരിഞ്ഞില്ല. അപ്പോൾ ഒരു സൈഡ് മൊരിഞ്ഞു, നമുക്ക് അടുത്ത സൈഡും കൂടി മൊരിച്ചെടുക്കാം. അങ്ങനെ രണ്ട് സൈഡും മൊരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. നല്ല മൊരിഞ്ഞ പഴംപൊരി. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ പഴംപൊരിയും ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ പഴംപൊരിയുടെ കൂടെ മസ്റ്റായിട്ടും ചായ വേണം. ചായ ഇല്ലാതെ എന്ത് പഴംപൊരിയല്ലേ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി ഇത് പിള്ളേർക്ക് കൊടുക്കണം. നിങ്ങളും ചായയൊക്കെ പോയി കുടിക്കൂ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിരുന്നതിന് താങ്ക് യു കേട്ടോ.